ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ സ്റ്റോറിയുടെ പേര് വൈരൂപ്യം. ഷോർട്ട് വീഡിയോ ആയി ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ടും കഥയുടെ തീവ്രത നശിച്ചു പോകാതിരിക്കാനുമായി വായിക്കുകയാണ് ചെയ്യുന്നത്. എന്ന കഥ കേൾക്കാം അല്ലേ? 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ജർമ്മൻ തത്വചിന്തകൻ ഉണ്ടായിരുന്നു. മോസസ് മെൻഡയോസാൺ എന്ന പേരിൽ. അസാധാരണ പ്രകാശമുള്ള അയാൾ കൂനൊക്കെയായി ഒറ്റ നോട്ടത്തിൽ വിരൂപനായിരുന്നു. ഗ്രേറ്റ എന്ന അസാധാരണ അഴകുള്ള പെൺകുട്ടിയോട് അയാൾ മനസ്സുകൊണ്ട് സ്നേഹത്തിലായി. വിവാഹ സൂചനയുമായി അവളുടെ അച്ഛനെ കാണാനെത്തിയ ചിന്തകനോട് അയാൾ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു. എൻ്റെ മകൾക്ക് നിങ്ങളെ നോക്കാൻ പോലും പേടിയാണ്. ഞാൻ അവളോടൊന്ന് യാത്ര പറഞ്ഞോട്ടെ? അനുവാദം കിട്ടി. കാര്യം ശരിയാണ്. അവൾ തല പോലും ഉയർത്തി നോക്കുന്നില്ല. സംഭാഷണത്തിനിടയിൽ അവൾ ചോദിച്ചു, വിവാഹങ്ങൾ സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നത്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. ഒരാൺകുട്ടി ജനിക്കുമ്പോൾ മാലാഖമാർ അവന് വേണ്ടി കരുതി വച്ച പെൺകുട്ടിയുടെ പേര് ഉറക്കെ പറയും. ആർക്കും അത് തിരുത്താനാവില്ല. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ്. എൻ്റെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് മാലാഖമാർ സങ്കടത്തോടെ പറഞ്ഞു, കൂന് പിടിച്ച പെൺകുട്ടിയാണിത്. ആ ചെറിയ പ്രായത്തിൽ പോലും ഞാൻ അവരോട് പറഞ്ഞു, അത് വേണ്ട. അത്തരം ഒരാൾ എത്ര പരിഹാസത്തിലൂടെ കടന്നു പോകും. എനിക്കത് താങ്ങാനാവില്ല. അവൾ മിടുക്കിയായിരിക്കണം. പകരം എന്നെ വിരൂപനാക്കുക. ദൈവം അത് കേട്ടു. ആ പെൺകുട്ടി നീയായിരുന്നു. ഒരു നിലവിളിയോടെ അവൾ ആ കരവലയത്തിലേക്ക് ഓടി വന്നു. പുതിയ പ്രകാശത്തിലൂടെ അയാളെ കണ്ടു. വൈകാതെ അയാളുടെ ഭാര്യയായി.